In this video, we are discussing about Herzberg two-factor theory and McClelland's achievement motivation theory. Herzberg two-factor theory of motivation. In 1959, Frederick Herzberg, a behavioral scientist, proposed the two-factor theory or the motivation hygiene theory. അപ്പോൾ ഈ തിയറി മറ്റൊരു പേരിലും കൂടെ അറിയപ്പെടുന്നുണ്ട് മോട്ടിവേഷൻ ഹൈജീൻ തിയറി. 1959 ഫ്രെഡറിക് ഹേഴ്സ്ബർഗ് എന്ന് പറയുന്ന ബിഹേവിയറൽ സയൻറ്റിസ്റ്റാണ് ഈ തിയറി പ്രപ്പോസ് ചെയ്തത്. He conducted a study and interviewed about 200 engineers and accountants from 11 industries in the Pittsburgh area. He used the critical incident method for obtaining data for analysis. Engineers and accountants are asked to answer two questions. First one, when did you feel particularly good for the job? And the second one is, when did you feel exceptionally bad about your job? ഹെർസ്ബർഗ് ഈ സ്റ്റഡി കണ്ടക്ട് ചെയ്ത് എങ്ങനെയാണെന്ന് വെച്ചാൽ പിറ്റ്സ്ബർഗ് എന്ന് പറയുന്ന ഏരിയയിലുള്ളൊരു 11 ഇൻഡസ്ട്രിയിലെ 200 എൻജിനീയേഴ്സിനെയും അക്കൗണ്ടൻസിനെയും സെലക്ട് ചെയ്ത് ഇൻ്റർവ്യൂ ചെയ്തു. അവരോട് 2 ചോദ്യങ്ങളാണ് ചോദിച്ചത്. അതിൽ ഫസ്റ്റ് വൺ, നിങ്ങൾക്ക് എപ്പോഴാണ് ഒരു ജോലി പ്രത്യേകമായിട്ട് നല്ലതാണെന്ന് തോന്നിയിട്ടുള്ളത്? രണ്ടാമത്തത്, നിങ്ങൾക്ക് എപ്പോഴാണ് ഒരു ജോലി അസാധാരണമായിട്ട് മോശമായിട്ട് തോന്നിയിട്ടുള്ളത്? ഈ 2 ചോദ്യങ്ങളുടെ ആൻസേഴ്സ് ആയിരുന്നു ഈ ടു ഫാക്ടർ തിയറി ഫോർമുലേറ്റ് ചെയ്യാനുള്ള കാരണം. This study revealed that factors responsible for job satisfaction are different from factors that lead to dissatisfaction. ജോബ് സാറ്റിസ്ഫാക്ഷന് കാരണമാകുന്ന ഫാക്ടേഴ്സും അതുപോലെ തന്നെ ജോബ് ഡിസ്സാറ്റിസ്ഫാക്ഷന് കാരണമാകുന്ന ഫാക്ടേഴ്സും രണ്ടാണെന്നാണ് അദ്ദേഹം ഈ തിയറിയിലൂടെ പറയുന്നത്. Satisfaction is affected by motivation factors and dissatisfaction is affected by hygiene factors. That is why this theory is called two-factor theory. സോ സാറ്റിസ്ഫാക്ഷൻ അഫക്റ്റ് ചെയ്യുന്ന ജോബ് സാറ്റിസ്ഫാക്ഷൻ അഫക്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സിനെയെല്ലാം മോട്ടിവേഷൻ ഫാക്ടേഴ്സ് എന്നും ജോബ് ഡിസ്സാറ്റിസ്ഫാക്ഷന് കാരണമാകുന്ന ഫാക്ടേഴ്സിനെയെല്ലാം ഹൈജീൻ ഫാക്ടേഴ്സ് എന്നും ഹെർസ്ബർഗ് ഡിവൈഡ് ചെയ്തു. ആ 2 ഫാക്ടേഴ്സ് ഉള്ളതുകൊണ്ടാണ് ഇതിനെ ടു ഫാക്ടർ തിയറി എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ആ 2 ഫാക്ടേഴ്സിൻ്റെ പേരിൽ മോട്ടിവേഷൻ ഹൈജീൻ തിയറി എന്നും ഈ തിയറി അറിയപ്പെടുന്നുണ്ട്. ഫസ്റ്റ് വൺ, മോട്ടിവേഷണൽ ഫാക്ടേഴ്സ്. Certain factors are related with the job directly. Their presence creates a highly motivating situation, but its absence does not cause dissatisfaction. സോ മോട്ടിവേഷൻ ഫാക്ടേഴ്സ് ജോബുമായിട്ട് ഡയറക്റ്റായിട്ട് റിലേറ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സാണ്. അതിൻ്റെ പ്രസൻസ് നല്ല മോട്ടിവേറ്റിംഗ് സിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്യും. അതായത് ഒരു ഓർഗനൈസേഷനിൽ മോട്ടിവേറ്റിംഗ് ഫാക്ടേഴ്സ് ഉണ്ടെങ്കിൽ ആ ഓർഗനൈസേഷന് വേണ്ടിയിട്ട് എംപ്ലോയീസ് നല്ലോണം വർക്ക് ചെയ്യും. ബട്ട് ഇറ്റ്സ് ആബ്സെൻസ് ഡസ് നോട്ട് കോസ് ഡിസ്സാറ്റിസ്ഫാക്ഷൻ. ആ ഫാക്ടേഴ്സ് ഇല്ല എന്ന് വെച്ചിട്ട് ആ എംപ്ലോയീസ് ഒരിക്കലും ഡിസ്സാറ്റിസ്ഫൈഡ് ആവില്ല. അവരൊരു നോർമലായിട്ട് ചെയ്യുന്നത് പോലെ തന്നെ അവരുടെ ജോലി ചെയ്യും. പക്ഷേ ആ ഫാക്ടേഴ്സ് ഉണ്ടെങ്കിൽ അവർ നോർമലായിട്ട് ചെയ്യുന്നതിനെക്കാട്ടിലും കൂടുതലായിട്ട്, അതായത് നന്നായിട്ട് തന്നെ ഓർഗനൈസേഷന് വേണ്ടി വർക്ക് ചെയ്യും. നെക്സ്റ്റ്, വിച്ച് ആർ ദി മോട്ടിവേഷണൽ ഫാക്ടേഴ്സ്. ജോബ് സാറ്റിസ്ഫാക്ഷന് കാരണമാകുന്നത് മോട്ടിവേഷൻ ഫാക്ടേഴ്സ് ആണെന്ന് പറഞ്ഞു. ആ ഫാക്ടേഴ്സ് ഏതൊക്കെയാണെന്നാണ് ഇനി പറയുന്നത്. ഫസ്റ്റ് വൺ ഈസ് റെക്കഗ്നിഷൻ. ദി എംപ്ലോയി ഷുഡ് ബി പ്രൈസ്ഡ് ആൻഡ് റെക്കഗ്നൈസ്ഡ് ഫോർ ദെയർ അക്കംപ്ലിഷ്മെൻറ്റ് ബൈ ദി മാനേജേഴ്സ്. എംപ്ലോയീസ് ഒക്കെ നല്ല രീതിയിൽ വർക്ക് ചെയ്യുമ്പോൾ അവരെ ഒന്ന് അഭിനന്ദിച്ചിട്ടുണ്ടെങ്കിൽ അവർ കൂടുതൽ മോട്ടിവേറ്റഡ് ആയിട്ട് നല്ല രീതിയിൽ തന്നെ അവരുടെ ജോബൊക്കെ അക്കംപ്ലിഷ് ചെയ്യാനായിട്ട് നോക്കും. Second one is sense of achievement. The employee must have a sense of achievement. This depends on the job. There must be a fruit of some sort in the job. സോ എംപ്ലോയീസ് വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ട് എന്തെങ്കിലും ഒരു ഫലം ഉണ്ടാവണം, ഒരു അച്ചീവ്മെൻറ്റ് എംപ്ലോയീസിന് ഉണ്ടാവണം. അങ്ങനെ ഒരു അച്ചീവ്മെൻറ്റ് ഉണ്ടെങ്കിൽ ആ അച്ചീവ്മെൻറ്റ് കിട്ടാനായിട്ട് എംപ്ലോയി നല്ല രീതിയിൽ വർക്ക് ചെയ്യും, മോട്ടിവേറ്റഡ് ആയിട്ട് വർക്ക് ചെയ്യും. Third one is growth and promotional opportunities. There must be growth and advancement opportunities in an organization to motivate the employees to perform well. ഒരു ഓർഗനൈസേഷനിൽ എംപ്ലോയീസിൻ്റെ സ്കില്ലൊക്കെ ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് കഴിയും, അവർക്കൊരു ഗ്രോത്ത് ഉണ്ടാവും എന്നൊക്കെ തോന്നുകയാണെങ്കിൽ, അതുപോലെ തന്നെ പ്രൊമോഷൻ കിട്ടുകയാണ് അങ്ങനെയൊക്കെ തോന്നുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അങ്ങനത്തെ ജോബ്സാണ് കൊടുക്കുന്നതെങ്കിൽ അവർ മോട്ടിവേറ്റഡ് ആയിട്ട് നല്ല രീതിയിൽ തന്നെ പെർഫോം ചെയ്യും. നെക്സ്റ്റ്, റെസ്പോൺസിബിലിറ്റി. ദി എംപ്ലോയീസ് മസ്റ്റ് ഹോൾഡ് ദംസെൽസ് റെസ്പോൺസിബിൾ ഫോർ ദി വർക്ക്. ദി മാനേജേഴ്സ് ഷുഡ് ഗീവ് ദം ഓണർഷിപ്പ് ഓഫ് ദി വർക്ക്. ദേ ഷുഡ് മിനിമൈസ് കൺട്രോൾ ബട്ട് റിമെയിൻ അക്കൗണ്ടബിലിറ്റി.
സോ ഒരു ജോബിൻ്റെ ഫുൾ റെസ്പോൺസിബിലിറ്റി എംപ്ലോയീസിന് കൊടുക്കുന്നു. അങ്ങനെ കൊടുക്കുകയാണെങ്കിൽ അത് അവരുടെ ജോബായിട്ട് കൺസിഡർ ചെയ്യും. അങ്ങനെ അവർ നല്ല രീതിയിൽ തന്നെ പെർഫോം ചെയ്യും. അതുപോലെ തന്നെ റെസ്പോൺസിബിലിറ്റി കൊടുക്കുമ്പോൾ കുറച്ച് കൺട്രോളും കൂടെ കൊടുക്കണം. പക്ഷേ എല്ലാ കൺട്രോളും കൊടുക്കരുത്. കുറച്ച് കൺട്രോൾ മാനേജറിൻ്റെ കയ്യിലും വേണം. പക്ഷേ അക്കൗണ്ടബിലിറ്റി, അതായത് ആ റെസ്പോൺസിബിലിറ്റി മുഴുവൻ ആ എംപ്ലോയിക്ക് മാത്രമായിരിക്കും ഉണ്ടാവേണ്ടത്. ലാസ്റ്റ് വൺ, ദി വർക്ക് ഇറ്റ് സെൽഫ്. The work itself should be meaningful, interesting and challenging for the employee to perform and to get motivated. ആ ജോലി തന്നെ ആ എംപ്ലോയീസിനെ മോട്ടിവേറ്റ് ചെയ്യാൻ കാരണമാകും. ഇപ്പോൾ ജോലി നല്ല ഇൻട്രസ്റ്റിംഗ് ആണ്, മീനിങ് ഫുള്ളാണ്, അതുപോലെ തന്നെ ചലഞ്ചിങ് ആണ്. അങ്ങനെയാണെങ്കിൽ ആ എംപ്ലോയീസ് നല്ല താല്പര്യത്തോടെ തന്നെ എന്ത് ചെയ്യും, ആ ജോലി ചെയ്യാനായിട്ട് നോക്കും. അപ്പോൾ നല്ല രീതിയിൽ ആ ജോലി ചെയ്യാൻ വേണ്ടി പെർഫോം ചെയ്യും. സോ ആ ജോലി തന്നെ എന്ത് ചെയ്യാം, ആ എംപ്ലോയിനെ മോട്ടിവേറ്റ് ചെയ്യാം. അതാണ് മോട്ടിവേഷൻ ഫാക്ടേഴ്സിലെ ലാസ്റ്റ് വൺ. Second one is hygiene or maintenance factors. The presence of these factors do not significantly motivate them, but the absence of such factors cause serious dissatisfaction. These factors are mainly external to the job and related to the job environment. സോ ഹൈജീൻ ഓർ മെയിൻ്റനൻസ് ഫാക്ടേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഫാക്ടേഴ്സ് ഒരിക്കലും എംപ്ലോയീസിനെ മോട്ടിവേറ്റ് ചെയ്യില്ല. പക്ഷേ ആ ഫാക്ടേഴ്സ് ഇല്ല, ഓർഗനൈസേഷനിൽ ആ ഫാക്ടേഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നില്ലെങ്കിൽ ഡിസാറ്റിസ്ഫൈഡ് ആവും, അവർ തീരെ വർക്ക് ചെയ്യാതെയാവും. അതുപോലെ തന്നെ ഈ ഫാക്ടേഴ്സ് ജോബുമായിട്ട് ഡയറക്റ്റായിട്ട് ബന്ധമില്ലെങ്കിലും ആ ജോബ് എൻവയോൺമെൻറ്റുമായിട്ടാണ് അതിന് ബന്ധമുള്ളത്. നെക്സ്റ്റ്, വിച്ച് ആർ ദി ഹൈജീൻ ഓർ മെയിൻ്റനൻസ് ഫാക്ടേഴ്സ്? ഫസ്റ്റ് വൺ ഈസ് പേ. The salary structure should be appropriate and reasonable. It must be equal and competitive with those in the same industry in the same domain. സോ സാലറി എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ഓഫ് ഓൾ അത് റീസണബിൾ ആയിരിക്കണം. ചെയ്യുന്ന ജോലിക്ക് അനുസരിച്ചിട്ടുള്ള സാലറി എന്തായാലും വേണം. അതുപോലെ തന്നെ ഒരു സെയിം ഇൻഡസ്ട്രിയിൽ ധാരാളം ഓർഗനൈസേഷൻസ് ഉണ്ടാകും. സോ അവരെല്ലാവരും ഫോളോ ചെയ്യുന്ന ഏകദേശം ഒരേ സാലറി സ്കെയിൽ തന്നെ ഈ ഓർഗനൈസേഷൻ ഫോളോ ചെയ്യണം. അല്ലെങ്കിൽ സാലറി കുറവാണെങ്കിൽ ബാക്കി ഓർഗനൈസേഷൻസിൽ അവർ ജോയിൻ ചെയ്യാനുള്ള സാധ്യതയുണ്ട്. സെക്കൻഡ് വൺ ഈസ് കമ്പനി പോളിസീസ് ആൻഡ് അഡ്മിനിസ്ട്രേറ്റീവ് പോളിസീസ്. The company policies should not be too rigid. They should be fair and clear. It should indicate flexible working hours, dress code, breaks, vacation, etc. സോ കമ്പനി പോളിസീസ് എല്ലാം ഭയങ്കര റിജിഡ് ആണെങ്കിൽ അവിടെ എംപ്ലോയീസ് ജോയിൻ ചെയ്യാൻ നിൽക്കില്ല. കാരണം സ്ട്രിക്റ്റ് പോളിസീസൊക്കെയാണ് അവർ ഫോളോ ചെയ്യുന്നതെങ്കിൽ അവിടെ നിൽക്കുക എന്ന് പറഞ്ഞാൽ കുറച്ച് ഡിഫിക്കൽട്ടായിട്ട് അവർ ഫീൽ ചെയ്യും. പക്ഷേ അത് ഫ്ലെക്സിബിൾ ആണെങ്കിൽ, വർക്കിംഗ് അവേഴ്സും ഡ്രസ് കോഡൊക്കെ ഫ്ലെക്സിബിൾ ആണെങ്കിൽ അവിടെ എംപ്ലോയീസിന് ജോയിൻ ചെയ്യാൻ ഇൻട്രസ്റ്റ് ഉണ്ടാവും. തേർഡ് വൺ ഈസ് ഫ്രിഞ്ച് ബെനിഫിറ്റ്സ്. ദി എംപ്ലോയീസ് ഷുഡ് ബി ഓഫേർഡ് ഹെൽത്ത് കെയർ പ്ലാൻസ്, ദാറ്റ് ഈസ് മെഡിക്ലെയിം, ബെനിഫിറ്റ്സ് ഫോർ ദി ഫാമിലി മെമ്പേഴ്സ്, എംപ്ലോയി ഹെൽപ്പ് പ്രോഗ്രാംസ് എക്സെട്ര. സോ കുറച്ച് ഫ്രിഞ്ച് ബെനിഫിറ്റ്സൊക്കെ എംപ്ലോയീസിന് സാലറിക്ക് പുറമെ ഓഫർ ചെയ്യുകയാണെങ്കിൽ കൂടുതൽ എംപ്ലോയീസ് ആ ഒരു ഓർഗനൈസേഷനിൽ ജോയിൻ ചെയ്യാൻ ഇൻട്രസ്റ്റഡ് ആയിരിക്കും. കാരണം ഹെൽത്ത് കെയർ പ്ലാൻസ് ഒക്കെ എംപ്ലോയീസ് ചിലപ്പോൾ ഓർഗനൈസേഷന് വേണ്ടി വർക്ക് ചെയ്തിട്ടായിരിക്കും അവരുടെ ഹെൽത്ത് പ്രോബ്ലംസ് ഉണ്ടാവുക. സോ അത് മീറ്റ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ക്യാഷൊക്കെ മെഡിക്ലെയിം പോലെ കിട്ടുകയാണെങ്കിൽ എംപ്ലോയീസ് ഇൻട്രസ്റ്റഡ് ആയിരിക്കും. കാരണം എംപ്ലോയീസിനെ കൺസിഡർ ചെയ്യുന്നുണ്ട് എന്ന് അവർക്ക് തോന്നും. അതുപോലെ തന്നെ ഫാമിലി മെമ്പേഴ്സിൻ്റെ ബെനിഫിറ്റിന് ആവശ്യമായിട്ടുള്ള സഹായങ്ങൾ, അതുപോലെ തന്നെ എംപ്ലോയീനെ ഹെൽപ്പ് ചെയ്യുന്ന പ്രോഗ്രാംസ്, അതൊക്കെ പ്രൊവൈഡ് ചെയ്യുകയാണെങ്കിൽ എംപ്ലോയീസ് ഇൻട്രസ്റ്റഡ് ആവും, ആ ഓർഗനൈസേഷനിൽ ജോലി ചെയ്യാൻ നല്ല താല്പര്യം ഉണ്ടാവും. നെക്സ്റ്റ് വൺ ഈസ് ഫിസിക്കൽ വർക്കിംഗ് കണ്ടീഷൻ. ദി വർക്കിംഗ് കണ്ടീഷൻ ഷുഡ് ബി സേഫ്, ക്ലീൻ ആൻഡ് ഹൈജീനിക്. ദി വർക്ക് എക്യുപ്മെൻറ്റ്സ് ഷുഡ് ബി അപ്ഡേറ്റഡ് ആൻഡ് വെൽ മെയിൻറ്റെയിൻഡ്. സോ എങ്ങനെയാണ് വർക്കിംഗ് കണ്ടീഷൻ, അവിടെ ജോലി ചെയ്യുമ്പോൾ അവിടെയുള്ള ചുറ്റുപാടുകൾ എങ്ങനെയായിരിക്കും? നല്ല സേഫ് ആയിട്ട് ഫീൽ ചെയ്താൽ മാത്രമേ എംപ്ലോയീസ് അവിടെ ജോലി ചെയ്യുള്ളൂ. ഇപ്പോൾ സേഫ് അല്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല സാലറി ഓഫർ ചെയ്താൽ പോലും സാധാരണ ആരും തന്നെ അങ്ങനത്തെ ജോലിയൊന്നും തിരഞ്ഞെടുക്കാറില്ല. അതുപോലെ തന്നെ നല്ല ക്ലീനും ഹൈജീനിക്കും ഒക്കെ ആണെങ്കിൽ എംപ്ലോയീസ് ഇൻട്രസ്റ്റഡ് ആയിട്ട് അങ്ങനത്തെ ഉള്ള ഓർഗനൈസേഷനിൽ വർക്ക് ചെയ്യാനായിട്ട് നോക്കും. നെക്സ്റ്റ് വൺ ഈസ് സ്റ്റേറ്റസ്. ദി എംപ്ലോയി സ്റ്റേറ്റസ് വിത്തിൻ ദി ഓർഗനൈസേഷൻ ഷുഡ് ബി ഫെമിലിയർ ആൻഡ് റീറ്റെയിൻഡ്. ഇപ്പോൾ ഒരു ലോ ലെവൽ സ്റ്റേറ്റസ് ഒക്കെയാണ് ആ ഒരു എംപ്ലോയിക്ക് ഓർഗനൈസേഷൻ കൊടുക്കുന്നതെങ്കിൽ അവർ ഉറപ്പായിട്ടും ആ ഓർഗനൈസേഷൻ വിട്ട് മറ്റെന്തെങ്കിലും ജോലിക്ക് പോകും. പക്ഷേ ഒരു നല്ലൊരു സ്റ്റേറ്റസ്, ഫെമിലിയർ ആയിട്ടുള്ളൊരു സ്റ്റേറ്റസ്, ഫോർ എക്സാമ്പിൾ മാനേജർ, അസിസ്റ്റൻറ്റ് മാനേജർ, എക്സിക്യൂട്ടീവ് മാനേജർ, അങ്ങനെയുള്ള ഫെമിലിയർ ആയിട്ടുള്ള സ്റ്റേറ്റസ് ഒക്കെ കൊടുക്കുകയാണെങ്കിൽ അവർ ഓർഗനൈസേഷനിൽ തന്നെ നിൽക്കും. അതുപോലെ തന്നെ അത് റീറ്റെയിൻ ചെയ്യണം. അത് ആ ഒരു പൊസിഷനിൽ തന്നെ കുറേ കാലം അവരെ ജോബ് ചെയ്യാൻ അനുവദിക്കണം. നെക്സ്റ്റ് വൺ ഈസ് ഇൻ്റർപേഴ്സണൽ റിലേഷൻസ്.
The relationship of the employees with his peers, superiors, and subordinates should be appropriate and acceptable. There should be no conflict or humiliation element present. സോ ഒരു ഓർഗനൈസേഷനിൽ വർക്ക് ചെയ്യുന്ന എംപ്ലോയീസ് ആകുമ്പോൾ പല ഇൻ്റർപേഴ്സണൽ റിലേഷൻസ് ഉണ്ടാവും. എംപ്ലോയീസ് അയാളുടെ കൊളീഗ്സുമായിട്ടുള്ള റിലേഷൻ ഉണ്ടാവും, അതുപോലെ തന്നെ സുപ്പീരിയർ ആയിട്ടും സബോർഡിനേറ്റ് ഒക്കെ ആയിട്ട് റിലേഷൻസ് ഉണ്ടാവും. ഇതെല്ലാം എൻ്റയർലി ഡിഫറെൻ്റ് ആയിരിക്കും, പക്ഷേ ഇതെല്ലാം തന്നെ അപ്രോപ്രിയേറ്റ് ആയിരിക്കണം, അതുപോലെ തന്നെ അക്സെപ്റ്റബിളും ആയിരിക്കണം. അതുപോലെ തന്നെ ഈ റിലേഷൻസിലൊന്നും ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ടാവരുത്. അതുപോലെ തന്നെ ഒരു ഹ്യൂമിലിയേഷൻ, അവരെ അപമാനിക്കുന്ന രീതിയിലൊക്കെ പെരുമാറിയിട്ടുണ്ടെങ്കിൽ അവർക്ക് അവിടെ ജോലി ചെയ്യാനായിട്ടുള്ള ഇൻട്രസ്റ്റ് ഒന്നും ഉണ്ടാവില്ല. Last one is job security. The organization must provide job security to the employees. ഇപ്പോൾ ഒരു ഓർഗനൈസേഷനിൽ ഒരു എംപ്ലോയിനെ അപ്പോയിൻറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ കുറേ കാലം അയാൾക്ക് അവിടെ വർക്ക് ചെയ്യാനായിട്ട് പറ്റണം. ഇപ്പോൾ 1 കൊല്ലത്തേക്കോ അല്ലെങ്കിൽ 2 കൊല്ലത്തേക്കൊക്കെ മാത്രമായിട്ട് ഒരു കമ്പനിയിലേക്ക് വർക്ക് ചെയ്യാൻ വരുമ്പോൾ അയാൾക്കറിയാം 2 കൊല്ലം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്നെ ഇവിടെ നിന്ന് എന്തായാലും പിരിച്ചുവിടും, അപ്പോൾ നല്ല പെർഫോമൻസ് ഒന്നും എടുക്കണമെന്നില്ല, ജസ്റ്റ് ഒരു എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ അതുമായിട്ട് പോകാമെന്നുള്ള രീതിയിലായിരിക്കും അയാൾ മുന്നോട്ട് പോവുക. സോ അയാൾക്ക് ജോബിനെ സംബന്ധിച്ചിടത്തോളം ഒരു ഡിസാറ്റിസ്ഫാക്ഷൻ ആയിരിക്കും ഉണ്ടാവുക. നെക്സ്റ്റ്, അപ്രീസിയേഷൻ ഓർ മെറിറ്റ്സ് ഓഫ് ടു ഫാക്ടർ തിയറി. ഫസ്റ്റ് വൺ ഈസ്, അക്കോർഡിംഗ് ടു ദിസ് തിയറി മണി ഈസ് നോട്ട് എ മോട്ടിവേറ്റർ, ഇറ്റ് ഈസ് റാദർ എ ഹൈജീൻ ഫാക്ടർ. ഇതിൽ പണത്തിന് ഒരു മോട്ടിവേറ്റർ ആയിട്ട് കൺസിഡർ ചെയ്യുന്നില്ല, അതൊരു ഹൈജീൻ ഫാക്ടറാണ്. അതെല്ലാവർക്കും ആവശ്യമായിട്ടുള്ളൊരു കാര്യമാണ്, പക്ഷെ പണം കൊടുത്തിട്ട് മോട്ടിവേറ്റ് ചെയ്യാൻ പറ്റുന്ന ഈ തിയറിയിൽ പറയുന്നില്ല. അത് ഇതിൻ്റെ ഒരു മെറിറ്റ് ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. സെക്കൻഡ് വൺ, ഡിസാറ്റിസ്ഫയേഴ്സ് ഓർ ഹൈജീൻ ഫാക്ടേഴ്സ് ആർ ഐ ഓപ്പണർ ടു മാനേജ്മെൻറ്റ്. മാനേജ്മെൻറ്റ് മസ്റ്റ് ടേക്ക് ഡ്യൂ കെയർ ഓഫ് ദീസ് ഫാക്ടേഴ്സ് ടു പ്രിവെൻറ്റ് ഡിസാറ്റിസ്ഫാക്ഷൻ. സോ ഹൈജീൻ ഫാക്ടേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ആബ്സെൻസ് ഡിസാറ്റിസ്ഫാക്ഷന് കാരണമാകും. സോ ആ ഫാക്ടേഴ്സ് എല്ലാം കൃത്യമായിട്ട് ഈ തിയറിയിൽ പറയുന്നുണ്ട്. സോ ആ ഫാക്ടേഴ്സ് എന്തായാലും ആ ഓർഗനൈസേഷനിലുണ്ട് എന്ന് എൻഷുർ ചെയ്യുക. അങ്ങനെയാണെങ്കിൽ അവിടെ ഡിസാറ്റിസ്ഫാക്ഷൻ ഉണ്ടാവില്ല, അത്യാവശ്യം എല്ലാവരും തന്നെ ഒരു നോർമൽ രീതിയിൽ തന്നെ വർക്ക് ചെയ്യും. ലാസ്റ്റ് വൺ, മാനേജ്മെൻറ്റ് മസ്റ്റ് പ്രൊവൈഡ് ഫോർ മോട്ടിവേറ്റേഴ്സ് വിത്തിൻ ദി ജോബ് കണ്ടൻസ്. ദെയർ ഈസ് നോ നീഡ് ടു ഗോ ബിയോണ്ട് ദിസ്. ഈ 2 ഫാക്ടർ തിയറിയിൽ നമ്മൾ മോട്ടിവേഷൻ ഫാക്ടേഴ്സിൽ പഠിക്കുന്ന ഫാക്ടേഴ്സ് എല്ലാം തന്നെ ജോബുമായിട്ട് ഡയറക്റ്റ് ബന്ധമുള്ളവയാണ്. സോ ആ ജോബിൻ്റെ കണ്ടൻറ്റ് അനുസരിച്ചിട്ട് തന്നെ മോട്ടിവേറ്റേഴ്സ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. സോ അതിൽ കൂടുതലൊന്നും തന്നെ മാനേജ്മെൻറ്റ് ചെയ്യണ്ട. നെക്സ്റ്റ്, ക്രിറ്റിസിസം ഓർ ഡീമെറിറ്റ്സ് ഓഫ് 2 ഫാക്ടർ തിയറി. ഫസ്റ്റ് വൺ, ഇറ്റ് ഹാസ് നോ യൂണിവേഴ്സൽ ആപ്ലിക്കേഷൻ. The theory is based on a small sample of 200 engineers and accountants, which cannot be said to be a representative sample. നമുക്കറിയാം ഈ സ്റ്റഡി നടത്തിയത് ഒരു 200 അക്കൗണ്ടൻസിനെ എൻജിനീയേഴ്സിനൊക്കെ സെലക്ട് ചെയ്ത് ഒരു ഏരിയയിൽ നിന്ന് ഒരു 11 ഇൻഡസ്ട്രിയിൽ നിന്നാണ് സെലക്ട് ചെയ്തത്. അതിനെ ബേസ് ചെയ്തിട്ടാണ് ഈ സ്റ്റഡി നടത്തിയത്. അങ്ങനെയാണ് ഈ ഫാക്ടേഴ്സ് കണ്ടുപിടിച്ചത്. ഒരു പക്ഷേ മറ്റൊരു രാജ്യത്താണ് ഈ സ്റ്റഡി നടത്തിയതെങ്കിൽ, മറ്റൊരു ഏരിയയിൽ ഒരു ഡെവലപ്പിംഗ് അല്ലെങ്കിൽ അണ്ടർ ഡെവലപ്ഡ് നേഷനിലൊക്കെയാണ് ഈ ഒരു സ്റ്റഡി നടത്തിയതെങ്കിൽ ഒരു പരിധി വരെ ആ റിസൾട്ട് മാറാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ഇതൊരു യൂണിവേഴ്സലായിട്ട് നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുമെന്ന് പറയാനായിട്ട് സാധിക്കില്ല. സെക്കൻഡ് വൺ, ഇറ്റ് ഈസ് മെത്തേഡ് ബൗണ്ട്. എ നമ്പർ ഓഫ് അതർ മെത്തേഡ്സ് യൂസ്ഡ് ഫോർ സിമിലർ സ്റ്റഡി ഹാവ് ഷോൺ ഡിഫറെൻറ്റ് റിസൾട്ട്സ് വിച്ച് ആർ നോട്ട് സപ്പോർട്ട് ഹിസ് കണ്ടൻഷൻസ്. സോ ഈ തിയറി മെത്തേഡ് ബൗണ്ട് എന്നാണ് പറയുന്നത്. കാരണം ഇവിടെ ഒരു മെത്തേഡ് യൂസ് ചെയ്തിട്ടുണ്ട്, ഇൻ്റർവ്യൂ എന്ന് പറയുന്ന മെത്തേഡാണ് യൂസ് ചെയ്തത്. സോ ആ മെത്തേഡിനെ ആസ്പദമാക്കിയിട്ടാണ് ഇവിടെ റിസൾട്ട് കിട്ടിയിട്ടുള്ളത്. സോ ഇൻ്റർവ്യൂ അല്ലാതെ റിസർച്ചിൽ നമുക്ക് ധാരാളം മെത്തേഡ്സ് യൂസ് ചെയ്യാം. ആ മെത്തേഡ്സൊക്കെ യൂസ് ചെയ്തപ്പോൾ മറ്റ് റിസൾട്ടാണ് കിട്ടിയിട്ടുള്ളത്, ഈ റിസൾട്ട് അല്ല വന്നിട്ടുള്ളത്. സോ ഈ മെത്തേഡിനെ ആസ്പദമാക്കിയിട്ടാണ് ഈ മൊത്തം തിയറി ഉള്ളത്. ദിസ് തിയറി ഇഗ്നോർസ് സിറ്റുവേഷണൽ വേരിയബിൾസ്. ആ ഒരു ഇൻ്റർവ്യൂ നടക്കുന്ന സിറ്റുവേഷനിൽ ധാരാളം വേരിയബിൾസ് ഉണ്ട്, അതിനെയൊന്നും ഈ തിയറി കൺസിഡർ ചെയ്യുന്നേയില്ല. നെക്സ്റ്റ്, ഹേഴ്സ്ബർഗ് അസ്യൂംഡ് എ കോറിലേഷൻ ബിറ്റ്വീൻ സാറ്റിസ്ഫാക്ഷൻ ആൻഡ് പ്രൊഡക്ടിവിറ്റി, ബട്ട് ദി റിസർച്ച് കണ്ടക്റ്റഡ് ബൈ ഹേഴ്സ്ബർഗ് സ്ട്രെസ്ഡ് അപ്പോൺ സാറ്റിസ്ഫാക്ഷൻ ആൻഡ് ഇഗ്നോർഡ് പ്രൊഡക്ടിവിറ്റി. സോ ഈ റിസർച്ച് കണ്ടക്ട് ചെയ്യുന്നതിന് മുമ്പ് ഹേഴ്സ്ബർഗ് അസ്യൂം ചെയ്തത് സാറ്റിസ്ഫാക്ഷനും പ്രൊഡക്ടിവിറ്റിയും തമ്മിലൊരു റിലേഷൻഷിപ്പ് ഉണ്ടെന്നായിരുന്നു. പക്ഷേ റിസർച്ച് കണ്ടക്ട് ചെയ്തപ്പോൾ അദ്ദേഹം കൂടുതലും ഇമ്പോർട്ടൻസ് കൊടുത്തത് സാറ്റിസ്ഫാക്ഷനാണ്. അദ്ദേഹം പ്രൊഡക്ടിവിറ്റി തീരെ കൺസിഡർ ചെയ്തിട്ടില്ല. നെക്സ്റ്റ്, ഡസൻറ്റ് അക്കൗണ്ട് ഫോർ ഇൻഡിവിജ്വൽ പേഴ്സണാലിറ്റി ട്രൈറ്റ്സ് ദാറ്റ് കുഡ് പ്രൊവൈഡ് എ ഡിഫറെൻറ്റ് റെസ്പോൺസ് ടു എ മോട്ടിവേറ്റർ ഓർ ഹൈജീൻ ഫാക്ടർ. സോ ഈ തിയറിയിൽ
ആ എംപ്ലോയീസിൻ്റെ പേഴ്സണാലിറ്റി ട്രൈറ്റ്സ്, അയാളുടെ പേഴ്സണാലിറ്റീനെ അഫക്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സ് ഒന്നും തന്നെ കൺസിഡർ ചെയ്തിട്ടില്ല. ഓരോരുത്തർക്കും ഡിഫറെൻറ്റ് പേഴ്സണാലിറ്റീസ് ആയിരിക്കും ഉണ്ടാവുക. സോ ആ ഫാക്ടേഴ്സ് എല്ലാം തന്നെ അവരുടെ ഒപ്പീനിയൻസിനെ അഫക്റ്റ് ചെയ്യാൻ സാധ്യതയുണ്ട്. അതൊന്നും ഇതിൽ കൺസിഡർ ചെയ്യുന്നില്ല. സോ അതും ഇതിൻ്റെ ഒരു ഇമ്പോർട്ടൻറ്റ് ഡീമെറിറ്റ് ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. ലാസ്റ്റ് വൺ, ബോത്ത് മോട്ടിവേഷൻ ആൻഡ് ഹൈജീൻ ഫാക്ടേഴ്സ് കോൺട്രിബ്യൂട്ട് ടു സാറ്റിസ്ഫാക്ഷൻ ആസ് വെൽ ആസ് ഡിസാറ്റിസ്ഫാക്ഷൻ. മോട്ടിവേഷൻ ഫാക്ടേഴ്സ് ആണെങ്കിലും ഹൈജീൻ ഫാക്ടേഴ്സ് ആണെങ്കിലും രണ്ടും സാറ്റിസ്ഫാക്ഷനും ഡിസാറ്റിസ്ഫാക്ഷനും കാരണമാകുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ ആയിട്ട് സാലറി ആണെങ്കിൽ സാലറി ചിലരെ മോട്ടിവേറ്റ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ സാലറി കൊടുത്തില്ലെങ്കിൽ അവർ ഡിസാറ്റിസ്ഫൈഡ് ആവും. മൂന്നാമത്തെ മോട്ടിവേഷൻ തിയറിയാണ് മക്ലെല്ലാൻസ് അച്ചീവ്മെൻറ്റ് മോട്ടിവേഷൻ തിയറി. ഇറ്റ് ഈസ് ഓൾസോ നോൺ എസ് മക്ലെല്ലാൻസ് 3 നീഡ് തിയറി. ഇത് മക്ലെല്ലാൻസിൻ്റെ 3 നീഡ് തിയറി എന്നും അറിയപ്പെടാറുണ്ട്. കാരണം ഇത് പ്രധാനമായിട്ടും പറയുന്നത് 3 പീപ്പിൾസിൻ്റെ 3 നീഡ്സിനെ കുറിച്ചാണ്. ഡേവിഡ് മക്ലെല്ലാൻഡ് ഹാസ് ഡെവലപ്ഡ് എ തിയറി ഓൺ 3 ടൈപ്പ് ഓഫ് മോട്ടിവേറ്റിംഗ് നീഡ്സ്. ഫസ്റ്റ് വൺ അച്ചീവ്മെൻറ്റ് മോട്ടീവ്, സെക്കൻഡ് വൺ അഫിലിയേഷൻ മോട്ടീവ് ആൻഡ് തേർഡ് വൺ പവർ മോട്ടീവ്. 3 തരം നീഡ്സിനെ കുറിച്ചാണ്, അതായത് മോട്ടീവ്സിനെ കുറിച്ചാണ് ഇതിൽ പറയുന്നത്. അച്ചീവ്മെൻറ്റ് മോട്ടീവ്, അഫിലിയേഷൻ മോട്ടീവ്, പവർ മോട്ടീവ്. ഫസ്റ്റ് വൺ ഈസ് അച്ചീവ്മെൻറ്റ് മോട്ടീവ്. Human beings are distinctly possess the need or desire to achieve something. For this purpose, they compete to reach a certain standard of excellence or make a unique contribution that can speak of their achievement. സോ ഹ്യൂമൻസിന് എന്തെങ്കിലും അച്ചീവ് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. അപ്പോൾ ഒരു ഓർഗനൈസേഷനിൽ വർക്ക് ചെയ്യുകയാണെങ്കിൽ ആ ഓർഗനൈസേഷന് വേണ്ടി താൻ എന്തെങ്കിലും കൊടുത്തിട്ടുണ്ട്, ഒരു കോൺട്രിബ്യൂഷൻ നൽകി എന്ന് പറയാൻ പറ്റുന്ന രീതിയിൽ എന്തെങ്കിലും അയാൾക്ക് അച്ചീവ് ചെയ്യാനായിട്ട് പറ്റണം. അങ്ങനെ എന്തെങ്കിലും അച്ചീവ്മെൻ്റ് ഉണ്ടെങ്കിൽ അയാളെ നല്ല രീതിയിൽ ആ വർക്ക് ചെയ്യാനായിട്ട് മോട്ടിവേറ്റ് ചെയ്യും. മക്ലെല്ലാൻഡ് ഹാസ് ഡെവലപ്ഡ് ദി കോൺസെപ്റ്റ് ഓഫ് അച്ചീവ്മെൻറ്റ് സിൻഡ്രം. ഇറ്റ് ഈസ് എ ക്ലസ്റ്റർ ഓഫ് ബിഹേവിയറൽ ഇൻഡീസസ് ദാറ്റ് ഡിസ്റ്റിങ്യൂഷസ് ദി ഇൻഡിവിജ്വൽ വിത്ത് ഹൈ നീഡ് ഫോർ അച്ചീവ്മെൻറ്റ്. സോ ഈ തിയറിയുടെ ഭാഗമായിട്ട് അച്ചീവ്മെൻറ്റ് സിൻഡ്രം എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് തന്നെ ഇദ്ദേഹം കൊണ്ടുവന്നു. അച്ചീവ്മെൻറ്റ് സിൻഡ്രം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കുറച്ച് ബിഹേവിയറൽ ഇൻഡീസസ് ആണ്, ബിഹേവിയർ കാണിക്കുന്ന കുറച്ച് സൂചകങ്ങളാണ്. ഇപ്പോൾ ഒരാൾക്ക് നല്ല നീഡ് ഫോർ അച്ചീവ്മെൻറ്റ് ഉണ്ടെങ്കിൽ അതിനെ സൂചിപ്പിക്കുന്ന ചില ഘടകങ്ങൾ അത് ഏതൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് വൺ ഈസ് മോഡറേറ്റ് റിസ്ക്. ദി ഇൻഡിവിജ്വൽസ് വിത്ത് എ ഹൈ നീഡ് ഫോർ അച്ചീവ്മെൻറ്റ് ടേക്സ് മോഡറേറ്റ് റിസ്ക്. ഹി പ്രിഫേഴ്സ് എ ഗോൾ വിച്ച് ഹാസ് ബോത്ത് സം ചാലഞ്ച് ആൻഡ് സം റിയൽ റിസ്ക് ഓഫ് നോട്ട് സക്സീഡിങ് ഇൻ ഇറ്റ്. സോ നല്ല അച്ചീവ്മെൻറ്റ് വേണമെന്ന് ആഗ്രഹമുള്ളവർ ഒരു മോഡറേറ്റ് റിസ്ക് ആയിരിക്കും എടുക്കുക. നമ്മൾ സാധാരണ കരുതുക നല്ല അച്ചീവ്മെൻറ്റ് വേണമെന്നുള്ളവർ നല്ല റിസ്ക് എടുക്കുന്നതായിരിക്കും കരുതുക. പക്ഷേ അയാളൊരു മോഡറേറ്റ് റിസ്ക് ആയിരിക്കും എടുക്കുക. കാരണം അയാൾക്ക് സക്സസ് ആവണമെന്നും ആഗ്രഹമുണ്ട്, അതുപോലെ തന്നെ ഫെയിലിയർ ആവരുത് എന്നുള്ളൊരു പേടിയുണ്ട്. അതുകൊണ്ടൊരു മോഡറേറ്റ് റിസ്ക് ആയിരിക്കും അങ്ങനെയുള്ള ആൾക്കാർ എടുക്കുക. സെക്കൻഡ് വൺ ഈസ് സഡൻ ഫീഡ്ബാക്ക്. The individual with a high need for achievement takes to accomplish activities which provide immediate and precise feedback information about the progress of work towards the goal. സോ ഇങ്ങനെയുള്ള ആൾക്കാർക്കൊക്കെ ഒരു സഡൻ ഫീഡ്ബാക്ക് വേണ്ടി വരും. കാരണം അവർ എത്രത്തോളം നന്നായിട്ടാണ് പെർഫോം ചെയ്യുന്നത് എന്ന് അവർക്ക് മനസ്സിലാവണം. എങ്കിലാണ് അവർക്ക് ഇമ്പ്രൂവ് ചെയ്യണമെങ്കിൽ അത് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. സോ അവർക്ക് അവർ ചെയ്ത ആക്ടിവിറ്റീസിനെ കുറിച്ചുള്ള ഫീഡ്ബാക്കൊക്കെ പെട്ടെന്ന് തന്നെ കിട്ടണം. തേർഡ് വൺ ഈസ് അക്കംപ്ലിഷ്മെൻറ്റ്. Persons with a high need for achievement finds accomplishing tasks intrinsically satisfying in and of itself. It does not expect any material rewards. സോ ഇവർക്കൊരു റിവാർഡ്സ് ഒന്നും കിട്ടണമെന്നില്ല, പക്ഷേ അവർക്ക് ആ ടാസ്ക് അവർക്ക് അക്കംപ്ലീഷ് ചെയ്യാനായിട്ട് സാധിക്കണം. അത് അവരെ സാറ്റിസ്ഫൈ ചെയ്യുന്ന രീതിയിലുള്ള ടാസ്ക് ആയിരിക്കണം. അവർക്ക് ഇഷ്ടപ്പെടാത്ത അല്ലെങ്കിൽ അവർക്ക് താല്പര്യമില്ലാത്ത ടാസ്കൊക്കെ കൊടുത്തിട്ടുണ്ടെങ്കിൽ അവരത് അക്കംപ്ലീഷ് ചെയ്യാനായിട്ട് നോക്കില്ല. ലാസ്റ്റ് വൺ ഈസ് പ്രീ ഓക്യുപ്പേഷൻ വിത്ത് ടാസ്ക്. ഹീ പ്രിഫേഴ്സ് ഡൂയിങ് മോസ്റ്റ് വർക്ക് ഹിംസെൽഫ് റാദർ ദാൻ ഗെറ്റിംഗ് ദം ഡൺ ബൈ അതേഴ്സ്. He wants to take personal responsibility for his success or failure. He does not want to hold others responsible for it. സോ അയാൾ ചെയ്യുന്ന ജോലി അയാൾ മാത്രം ചെയ്യാനായിരിക്കും അയാൾ താല്പര്യപ്പെടുന്നത്. മറ്റൊരാളെ ചെയ്യാനായിട്ട് അയാൾ ഒരിക്കലും താല്പര്യപ്പെടുന്നില്ല. അതുപോലെ തന്നെ അതിൻ്റെ ഫുൾ റെസ്പോൺസിബിലിറ്റി അയാൾക്ക് തന്നെ വേണമെന്നാണ് അയാളുടെ ആഗ്രഹം. അതിപ്പോൾ സക്സസ് ആണെങ്കിലും ഫെയിലിയർ ആണെങ്കിലും അത് അയാൾ തന്നെ അതിൻ്റെ റെസ്പോൺസിബിലിറ്റി എടുക്കും. മറ്റൊരാൾക്കും അതിൻ്റെ റെസ്പോൺസിബിലിറ്റി കൊടുക്കാനും അയാൾ താല്പര്യപ്പെടുന്നില്ല. സോ ഇത്രയാണ് ഹൈ നീഡ് ഫോർ അച്ചീവ്മെൻ്റ് ഉള്ള ഒരാളെ സൂചിപ്പിക്കുന്ന ഘടകങ്ങൾ. സെക്കൻഡ് വൺ ഈസ് അഫിലിയേഷൻ മോട്ടീവ്. ഹ്യൂമൻ ബീയിങ്സ് ആർ സോഷ്യൽ ആനിമൽസ്. ദേ ട്രൈ ടു അഫിലിയേറ്റ് ദംസെൽസ് വിത്ത് ഇൻഡിവിജ്വൽസ് ആൻഡ് ഗ്രൂപ്പ്സ്. They are driven by love and faith. They like to build a friendly environment around themselves.
social recognition and affiliation with others provide them with motivation. സോ അഫിലിയേഷൻ മോട്ടീവിൽ പറയുന്നത് ഹ്യൂമൻ കമ്പാനിയൻഷിപ്പും ആക്സെപ്റ്റൻസും ഒക്കെയാണ് അവരെ മോട്ടിവേറ്റ് ചെയ്യിക്കുന്നത്. അവർക്ക് സ്നേഹിക്കാനും സ്നേഹിക്കപ്പെടാനുള്ള ആഗ്രഹമുണ്ട്. അതുപോലെ തന്നെ അവർ പറയുന്ന കാര്യങ്ങൾ ആക്സെപ്റ്റ് ചെയ്യാനും അതുപോലെ തന്നെ മറ്റുള്ളവരുമായിട്ട് ഇങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനൊക്കെ ഉള്ളൊരു ആഗ്രഹത്തെ മോട്ടീവിനെയാണ് അഫിലിയേഷൻ മോട്ടീവ് എന്ന് പറയുന്നത്. ഇത് നമ്മുടെ നീഡ് ഹയറാർക്കി തിയറിയിൽ നമ്മൾ സോഷ്യൽ നീഡിനെ കുറിച്ച് പഠിച്ചിരുന്നു. അതും ഇതും ഏകദേശം സെയിം തന്നെയാണ്. അതുപോലെ തന്നെ ഗ്രൂപ്പ് വർക്കിനായിരിക്കും ഒരു ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. ആ ഫ്രണ്ട്സുമായിട്ടുള്ളതിൽ അവരുടെ ആ ചുറ്റുമുള്ള ആൾക്കാരുമായിട്ട് ചേർന്നിട്ട് ജോലി ചെയ്യാനായിരിക്കും അവർക്ക് താല്പര്യം. സോ അങ്ങനെ ഒരു അഫിലിയേഷനുള്ള സിറ്റുവേഷനും കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇങ്ങനത്തെ ഉള്ള ആൾക്കാർ ഓട്ടോമാറ്റിക്കായിട്ട് മോട്ടിവേറ്റഡ് ആവും. ലാസ്റ്റ് വൺ ഈസ് പവർ മോട്ടീവ്. ബേസിക്കലി പീപ്പിൾ ഫോർ ഹൈ നീഡ് ഫോർ പവർ ആർ ഇൻക്ലൈൻഡ് ടുവേർഡ്സ് ഇൻഫ്ലുവൻസ് ആൻഡ് കൺട്രോൾ. They like to be at the center and are good orators. They can be motivated to perform if they are given key positions or power positions. സോ പവർ മോട്ടീവ് ഉള്ള ആൾക്കാർ മറ്റുള്ളവരെ കൺട്രോൾ ചെയ്യാനും ഇൻഫ്ലുവൻസ് ചെയ്യാനൊക്കെ ആഗ്രഹമുള്ളവരായിരിക്കും. അതുപോലെ തന്നെ അവർക്ക് സെൻറ്റർ ഒരു മെയിനായിട്ട് നിൽക്കാനായിരിക്കും ആഗ്രഹം. നല്ല ലീഡർഷിപ്പ് സ്കില്ലുള്ള ആളായിരിക്കും. അതുപോലെ തന്നെ ഗുഡ് ഒറേറ്റേഴ്സ്, പബ്ലിക് സ്പീക്കിങ്ങിലൊക്കെ നല്ല ഇൻട്രസ്റ്റ് ഉള്ള ആൾക്കാരായിരിക്കും. അവരെ മോട്ടിവേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് നല്ല പവർ പൊസിഷൻസ് അല്ലെങ്കിൽ കീ പൊസിഷൻ മെയിനായിട്ടുള്ള പൊസിഷൻസ് ഓർഗനൈസേഷനിൽ കൊടുക്കുക. ഫോർ എക്സാമ്പിളായിട്ട് സൂപ്പർവൈസർ എന്ന് പറഞ്ഞാൽ താഴെയുള്ള എംപ്ലോയീസിനെ കൺട്രോൾ ചെയ്യുന്നതാണ് അവരുടെ ഡ്യൂട്ടി. സോ അങ്ങനത്തെ പൊസിഷനൊക്കെ കൊടുത്തിട്ടുണ്ടെങ്കിൽ അവർ ഓട്ടോമാറ്റിക്കായിട്ട് മോട്ടിവേറ്റഡ് ആവും.